നമസ്കാരം. ഞാൻ ഡോക്ടർ സെലിൻ എബ്രഹാം, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അടൂർ. നവംബർ 14 ലോക പ്രമേഹ ദിനം, വേൾഡ് ഡയബറ്റിസ് ഡേ. എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി നാം ആചരിച്ചു വരുന്നു. 1921 ഇൻസുലിൻ ആദ്യമായി കണ്ടുപിടിച്ച സർ ഫ്രെഡറിക് ബാൻഡിങ്ങിന്റെ ജന്മദിന വാർഷികവുമായി ബന്ധപ്പെട്ടാണ് നവംബർ 14 പ്രമേഹ ദിനമായി നാം ആചരിക്കുന്നത്. പ്രമേഹത്തിന്റെ ചികിത്സാ രീതിയെ തന്നെ വിപ്ലവാത്മകമായി പുനർവായന ചെയ്ത കണ്ടുപിടുത്തമായിരുന്നു ഇൻസുലിൻ്റേത്. നമുക്കറിയാം, മറ്റേത് ജീവിതശൈലി രോഗങ്ങളെ പോലെയും പ്രമേഹത്തിനും 3 തരങ്ങളിലുള്ള ചികിത്സ അത്യാവശ്യമാണ്. ഗുളികയും ഇൻസുലിനും ഒരു തരം. മറ്റു തലം എന്ന് പറയുന്നത് ആഹാര ക്രമീകരണം. മൂന്നാമത്തതും മറ്റ് പ്രധാനം അർഹിക്കുന്നതായ ഒരു തലമാണ് വ്യായാമം അഥവാ എക്സർസൈസ്. ഈ വർഷത്തെ പ്രമേഹദിന ചിന്താവിഷയം അഥവാ തീം എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ഗ്യാപ്സ് ആൻഡ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നുള്ളതാണ്. എന്താണ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ആൻഡ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്? പ്രമേഹത്തിനെ തക്ക സമയത്ത് രോഗനിർണയം നടത്തുകയും വേണ്ടവിധ ചികിത്സാ സംവിധാനങ്ങളിലൂടെ അതിന്റെ ഷുഗറിന്റെ നിലവാരത്തെ കൺട്രോളിൽ കൊണ്ടുവരികയും അങ്ങനെ പ്രമേഹം മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യുവാൻ സമൂഹത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബിൽഡിംഗ് ഗ്യാപ്സ് എന്ന ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രമേഹത്തിന്റെ ചികിത്സാ വിധിയിലെ ഗ്യാപ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ 3 തലങ്ങളും അഥവാ മരുന്ന്, ആഹാര ക്രമീകരണം, വ്യായാമം, ഈ 3ഉം ഒരുപോലെ പോകേണ്ടതാണ്. പലപ്പോഴും രോഗികൾ വന്ന് പറയാറുണ്ട്, മരുന്ന് കൃത്യസമയത്ത് എടുക്കുന്നുണ്ട്, ഇൻസുലിൻ കൃത്യസമയത്ത് ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും ഡോക്ടറെ ഷുഗറിന്റെ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മരുന്ന് പോലെയോ അല്ലെ മരുന്നിനേക്കാൾ ഏറെയോ ആഹാര ക്രമീകരണവും വ്യായാമവും പ്രമേഹത്തിന് അത്യാവശ്യമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ വ്യായാമത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് പലവിധമായ വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓരോരുത്തരുടെയും അവസ്ഥകൾ അനുസരിച്ച്, ആരോഗ്യസ്ഥിതി അനുസരിച്ച്, ചുറ്റുപാടുകൾ അനുസരിച്ച് വ്യത്യസ്തമായ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ചില ആൾക്കാർ ചെയ്യും, കായികക്ഷമത വർദ്ധിപ്പിക്കുവാൻ ചെയ്യും, രോഗം റിസ്ക് കുറയ്ക്കുവാൻ ചെയ്യും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നാം വ്യായാമം ചെയ്യുന്നത്. എങ്കിലും വ്യായാമം എന്നുള്ളത് ആരോഗ്യകരമായ ജീവിതത്തിനും ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യായാമം ചെയ്യുന്നതിൽ തന്നെ 3 തരങ്ങളിലുള്ള വ്യായാമങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നതാണ് എയ്റോബിക് എക്സസൈസ്, രണ്ടാമത്തത് റെസിസ്റ്റൻസ് ട്രെയിനിങ് അഥവാ സ്ട്രെങ്തനിങ് എക്സസൈസ്, മൂന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ്. എയ്റോബിക് എക്സസൈസുകളാണ് ആരോഗ്യ പരിപാലനത്തിന് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടന്റുമായിട്ടുള്ള എക്സസൈസുകൾ. എന്താണ് എയ്റോബിക് എക്സസൈസുകൾ എന്നുള്ളത്? എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പേശികളെ, അത് കൈകളിലെ കാലുകളിലെ പേശികളെ ഒരേ ചലനങ്ങൾ ഉപയോഗിച്ച് ആവർത്തിച്ച് ഒരു കൃത്യസമയത്തേക്ക് ചെയ്യുന്ന വ്യായാമങ്ങളെയാണ് നാം എയ്റോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. എയ്റോബിക് എക്സസൈസ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതുമാണ് നടത്തം എന്നുള്ളത്. മറ്റ് എയ്റോബിക് എക്സസൈസുകളാണ് സൈക്ലിങ്, ജോഗിങ്, സ്വിമ്മിങ്, ഇതെല്ലാം ബ്രിസ്ക് വാക്കിങ്, ഇതൊക്കെ എയ്റോബിക് എക്സസൈസിന്റെ കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ്. എന്നാൽ ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതും ഏറ്റവും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാവുന്നതുമായ എക്സസൈസ് ആണ് വാക്കിംഗ് അഥവാ നടത്തം. എങ്ങനെയാണ് വാക്കിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, വാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സാഹചര്യത്തിലും, നമ്മുടെ വീടിന് ചുറ്റുമാണെങ്കിലും വീടിന്റെ മുൻപിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മറ്റ് യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. മിക്കവാറും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന, പ്രായം കൂടുതലാണെങ്കിലും ഏകദേശം സുരക്ഷിതമായി തന്നെ ഒരുപാട് അപകട സാധ്യത ഇല്ലാതെ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യായാമ മുറയാണ് നടത്തം അഥവാ വാക്കിംഗ് എന്നുള്ളത്. വാക്കിങ്ങിന്റെ ഗുണങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്കും ഡയബറ്റീസിന് ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല, മറ്റ് ഏറെ ബെനിഫിറ്റ്സ് നടത്തത്തിന് അഥവാ വാക്കിങ്ങിനുണ്ട്. നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി അഥവാ ബോണിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുവാൻ നടത്തം സഹായിക്കും. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ, നല്ല ഉറക്കം ലഭിക്കാൻ, വിശപ്പ് ഉണ്ടാകുവാൻ, ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നടത്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. പലതരം ചില ക്യാൻസറുകളുടെ റിസ്ക് കുറയ്ക്കുവാൻ വരെ, ബ്രസ്റ്റ് ക്യാൻസർ, കോളോൺ ക്യാൻസർ, ഇവയുടെയൊക്കെ റിസ്ക് കുറയ്ക്കുവാൻ വരെ നടത്തം കൊണ്ട് സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് മാത്രമല്ല മറ്റു ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വ്യായാമ മുറയാണ് നടത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രേറ്റസ് വാക്കിംഗ് ഇസ് മാൻസ് ബെസ്റ്റ് മെഡിസിൻ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നടത്തം എന്നുള്ളത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുമ്പോൾ അല്ലെ നടത്തം എന്ന എക്സസൈസ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നടത്തം എപ്പോഴും നമ്മൾ നടത്തേണ്ടത് 3 ഫേസസ് ആയിട്ടാണ്. ആദ്യത്തെ ഫേസ്, അത് ഏത് വ്യായാമത്തിനും അങ്ങനെ തന്നെയാണ്, അത് നടത്തത്തിനും ഏത് എയ്റോബിക് എക്സസൈസിനും അത് വ്യായാമത്തിനും അത് ബാധകമാണ്. നടത്തുന്നത് നാം 3 ഫേസസിലാണ് നടത്തം പ്ലാൻ ചെയ്യേണ്ടത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു വാർമിംഗ് അപ്പ് ഫേസ് ആണ്. നാം നടന്നു തുടങ്ങുമ്പോൾ തന്നെ മാക്സിമം സ്പീഡിലല്ല നടന്നു തുടങ്ങേണ്ടത്. ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് വാർമിംഗ് അപ്പ് ഫേസ് ആണ്.
പതുക്കെ നടന്നു തുടങ്ങി പേശികളുടെയൊക്കെ ഒരു വഴക്കമൊക്കെ വന്ന് പതുക്കെ നടന്നു തുടങ്ങി പതുക്കെ സ്പീഡ് കൂട്ടുന്ന ഫേസിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പൊ ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു വാമിംഗ് അപ്പ് ഫേസ് ആണ്. അടുത്ത 20-25 മിനിറ്റ് എന്ന് പറയുന്നത് തീവ്ര വ്യായാമത്തിന്റെ അഥവാ സ്പീഡ് കൂടിയുള്ള നടത്തത്തിന്റെ ഫേസ് ആണ്. പിന്നെയുള്ള അവസാനത്തെ 5 മുതൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു കൂളിംഗ് ഓഫ് ഫേസ് ആണ്. അപ്പോൾ എപ്പോഴും നടക്കുന്നത് ആദ്യം തന്നെ സ്പീഡ് കൂട്ടി നടന്നു തുടങ്ങിയല്ല, മറിച്ച് ആദ്യത്തെ 5 മിനിറ്റ് വാമിംഗ് അപ്പ് ഫേസ് ആയിട്ടും പിന്നെയുള്ള 20-25 മിനിറ്റ് എന്ന് പറയുന്നത് തീവ്ര വ്യായാമം സ്പീഡ് കൂടിയുള്ള നടത്തമായിട്ടും പിന്നെയുള്ള 5-10 മിനിറ്റ് നടത്തം അവസാനിപ്പിക്കുന്നത് പതുക്കെ സ്പീഡ് കുറച്ചു കൊണ്ടുവന്ന് പേശികളുടെ പ്രവർത്തനം കുറച്ച് നടത്തം അവസാനിപ്പിക്കണം. ഇങ്ങനെ വാമിംഗ് അപ്പ്, തീവ്ര വ്യായാമം, കൂളിംഗ് ഓഫ്, ഇങ്ങനെ 3 ഫേസ് ആയിട്ട് വേണം വ്യായാമം എന്ന നിലയിൽ നടത്തം തുടങ്ങുവാൻ വേണ്ടിയുള്ളത്. നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പല ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഏറ്റവും നടക്കാൻ നല്ല സമയം ഏതാണ്? തീർച്ചയായും രാവിലെ തന്നെ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കുമ്പോൾ തന്നെയാണ് നടക്കുവാൻ ഏറ്റവും നല്ല സമയം. നടക്കുന്നത് സമതലങ്ങളിൽ, കയറ്റവും ഇറക്കമുള്ള ഇടങ്ങളിലല്ല, സമതലങ്ങളിലാണ് നമ്മൾ ഏറ്റവും അഭികാമ്യമായ സ്ഥലം എന്നുള്ളത്. അയഞ്ഞ വസ്ത്രങ്ങളിൽ, കോട്ടൺ വസ്ത്രങ്ങളാണ് കൂടുതൽ നടക്കുമ്പോൾ നാം ഉപയോഗിക്കേണ്ടത്. അതുപോലെ വാക്കിംഗ് ഷൂസസ് ഉപയോഗിക്കുവാൻ സാധിച്ചാൽ അതും നടത്തത്തിന് പ്രയോജനം ചെയ്യും. നടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നടത്തത്തിന്റെ സ്പീഡാണ്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എത്ര സ്പീഡിൽ നടക്കണം? ഒരു ആരോഗ്യ പരിപാലനം എന്ന നിലയിൽ, ജീവിതശൈലി രോഗങ്ങളുടെ പ്രിവെൻഷൻ നിലയിൽ, വെയിറ്റ് കുറയ്ക്കണമെന്ന നിലയിൽ നാം നടക്കുമ്പോൾ നടക്കേണ്ട ഒരു സ്പീഡ് നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു വാമിംഗ് അപ്പ് ഫേസ് ആണ്. രണ്ടാമത്തെ തീവ്ര വ്യായാമത്തിന്റെ ഫേസിലെ സ്പീഡ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? പഠനങ്ങൾ പറയുന്നത് ഒരാൾക്ക് മാക്സിമം ഹാർട്ട് റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് 220 എന്ന സംഖ്യയിൽ നിന്ന് അയാളുടെ ഏജ് കുറയ്ക്കുമ്പോൾ മാക്സിമം ഹാർട്ട് റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് അതാണ്. അതിനൊരു 50 മുതൽ 70% വരെ തീവ്ര വ്യായാമ ഫേസിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് നടത്തത്തിന് ആവശ്യമായ സ്പീഡ് തീവ്ര വ്യായാമ ഫേസിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ വയസ്സ് 20 ആണെന്ന് കരുതുക. അപ്പോൾ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 220-ൽ 20 കുറച്ചാൽ 200. അതിന്റെ 50 മുതൽ 70%, അതായത് 100 മുതൽ 140 വരെയുള്ള ഹാർട്ട് റേറ്റ് മാക്സിമം എക്സസൈസിന്റെ സ്പീഡ് എടുക്കുന്ന സമയം തീവ്ര വ്യായാമ ഫേസിൽ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് ഒരു ആവശ്യമായ സ്പീഡ് ആണ് നമുക്ക് പറയുവാൻ സാധിക്കും. പലപ്പോഴും നടക്കുമ്പോൾ ഈ സ്പീഡ് നമ്മൾ എങ്ങനെ, ഹാർട്ട് റേറ്റ് എങ്ങനെ അറിയും എന്നുള്ള ചോദ്യം വരുമ്പോൾ ട്രാക്കേഴ്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. എങ്കിലും അതിലും എളുപ്പമായ മറ്റൊരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനെ നമ്മൾ ടോക്കിംഗ് ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് നടക്കുമ്പോൾ പ്രയാസം കൂടാതെ സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ അണപ്പ് കൂടാതെ സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നടത്തത്തിന്റെ സ്പീഡ് നിങ്ങളുടെ ഹാർട്ട് റേറ്റിനെ 50 മുതൽ മാക്സിമം ഹാർട്ട് റേറ്റിനെ 50 മുതൽ 70% വരെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്കൊരു പാട്ട് പാടുവാൻ സാധിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടില്ലാതെ ഒരു പാട്ട് പാടുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്പീഡ് കുറച്ച് കുറവാണെന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. 50% താഴെയായിരിക്കും നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റിനെ, 50% താഴെയാണ് നമ്മുടെ അപ്പോഴത്തെ ഹാർട്ട് റേറ്റിന് നിഗമനം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ടോക്കിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അണപ്പ് കൂടാതെ സംസാരിക്കുവാൻ നടക്കുമ്പോൾ സാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ആവശ്യമായ സ്പീഡിലാണ് നമ്മുടെ നടത്തമെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. എത്ര ദൂരം നമ്മൾ നടക്കണം ചില ആൾക്കാർ ചോദിക്കും. അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് കൊണ്ട്, 45 മിനിറ്റ് കൊണ്ട് ഒരു 4 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ആവശ്യമായ ഒരു എക്സസൈസ് എന്ന നിലയിൽ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട രീതിയിലുള്ള നടപ്പിന്റെ ഒരു തോത് ആണെന്ന് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ആഴ്ചയിൽ 150 മിനിറ്റ് ആണ് നടപ്പ് എക്സസൈസ് എന്നതിൽ നാം ചെയ്യേണ്ടത്. അതായത് ദിവസം 30 മുതൽ 45 മിനിറ്റ് വരെ, ആഴ്ചയിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും നടക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമായിരിക്കും. ഒരു ദിവസം നടന്നു, അടുത്ത ദിവസം നടന്നില്ല, ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് നടക്കുന്നവരല്ല പ്രയോജനം ലഭിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഒരു ടൈം ടേബിൾ എന്ന പോലെ തന്നെ ഒരു എക്സസൈസിനെ നമ്മൾ സീരിയസ് ആയി ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 150 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രദ്ധിക്കുക. 30 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ആഴ്ചയിൽ 5 ദിവസം അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ 150 മിനിറ്റ് ആഴ്ചയിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ രീതിയിലുള്ള നടപ്പാണ് ആരോഗ്യത്തിന് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട്, നടപ്പ് നമുക്ക് സേഫായിട്ട് തുടങ്ങാമോ ഡോക്ടറെ, എനിക്കങ്ങ് നടന്നു തുടങ്ങാമോ? മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ഏജിലുള്ളവർക്കും നടത്തം വ്യായാമം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഒരു 50 വയസ്സിന് മുകളിലൊക്കെ ആദ്യമായി എക്സസൈസ് ചെയ്യുവാൻ തുടങ്ങുന്നവർ ഡോക്ടറിന്റെ ഒരു നിർദ്ദേശവും തേടുന്നത് നല്ലതായിരിക്കും. അതുപോലെ പ്രമേഹം വന്നിട്ട് 10 വർഷത്തിന് മേളിലായവർ, ഹൃദയാഘാതം വന്നിട്ടുള്ളവർ, ശ്വാസകോശ രോഗങ്ങളുള്ളവര്, പിന്നെ പെരിഫറൽ ഒക്ലൂസീവ് ആർട്ടറി ഡിസീസ് അഥവാ ബ്ലഡ് വെസൽസിന്റെ, കാലിലെ ബ്ലഡ് വെസൽസിന്റെ അസുഖങ്ങളുള്ളവർ, ഞരമ്പിന്റെ അസുഖങ്ങളുള്ളവരൊക്കെ വ്യായാമം എന്നൊരു നടത്തം തുടങ്ങുന്നതിന് മുൻപ് ഡോക്ടർ നിർദ്ദേശം തേടുന്നത് ഉത്തമമായിരിക്കും. ബാക്കിയുള്ള മിക്കവാറും എല്ലാ ഏജ് ഗ്രൂപ്പുകൾക്കും ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് തന്നെയാണ് നടത്തം എന്നുള്ളത്. നടത്തം കൊണ്ടുള്ള പ്രയോജനം പൂർണ്ണ രീതിയിൽ ഇനിയും പഠനങ്ങൾ നടന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. എപ്പോഴും ആദ്യം നടത്തു തുടങ്ങുമ്പോൾ നമുക്ക് ബോറൊക്കെ അടിച്ച് തോന്നിയാൽ പോലും
ദൈനംദിനമായ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ നടത്തം ഒരു ഭാഗമാക്കി തീർക്കുമ്പോൾ, അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ആരോഗ്യം മാത്രമല്ല മാനസിക ഉല്ലാസവും മാനസിക ആരോഗ്യമെല്ലാം നടത്തത്തെ കൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. W.H. ഡേവിസിന്റെ വാക്കുകളിൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗുഡ് വാക്കർ ആൻഡ് എ ബാഡ് വാക്കർ? എ ഗുഡ് വാക്കർ വാക്സ് വിത്ത് ഹാർട്ട് ഓൾസോ, എ ബാഡ് വാക്കർ വാക്സ് വിത്ത് ഫീറ്റ് ഉള്ളി. അപ്പോൾ കാലുകൾ മാത്രമല്ല, നടക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഹൃദയം കൊണ്ട് നല്ല മനസ്സോടുകൂടെ നടന്നാൽ അതിന്റെ പ്രയോജനം ശരീരത്തിന്റെ ആകമാനം, മാനസികാരോഗ്യം, നമ്മുടെ ശാരീരികാരോഗ്യം എല്ലാത്തിനും കൂടെ ലഭിക്കുന്ന ഒരു ഉത്തമമായ വ്യായാമമാണ് നടത്തം. അതിനാൽ 2024 ലോക പ്രമേഹ ദിനത്തിൽ മരുന്നുകൊണ്ട് മാത്രമല്ല, ആഹാര ക്രമീകരണം കൊണ്ട് മാത്രമല്ല, വ്യായാമം ഏറ്റവും സിമ്പിളായി ചെയ്യുന്ന, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതും വീടിന്റെ അടുത്ത് തന്നെ ചെയ്യാവുന്നതുമായ നടപ്പ് അഥവാ വാക്കിങ്ങിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ ഇതുവരെ തുടങ്ങാത്തവർ തുടങ്ങാനുള്ള മോട്ടിവേഷനായി തീരുവാൻ ഈ വീഡിയോ സഹായിക്കട്ടെ. നല്ല ആരോഗ്യം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.